നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. KL രാഹുലിൻ്റെ മാസ്റ്റർ ക്ലാസ്, അക്ഷരാർത്ഥത്തിൽ മാസ്റ്റർ ക്ലാസ്, അങ്ങനെ അല്ലാതെ അത് പറയാൻ കഴിയില്ല. അതിഗംഭീരമായിട്ട് 67 പന്തിൽ 152 റണ്ണെടുത്ത് പുറത്താകാതെ നിൽക്കുക. ആദ്യ പന്ത് മുതൽ അവസാന പന്ത് വരെ ഇന്നിങ്സിൽ പുറത്താകാതെ നിൽക്കുക. അതും 152 റണ്ണും അടിക്കുക. ഒരു 2020 മാച്ചിലാണ്. IPL 150 റണ്ണിൽ മീതെ സ്കോർ ചെയ്യുന്ന ഒരു മത്സരത്തിൽ 150 റണ്ണിൽ മീതെ സ്കോർ ചെയ്യുന്ന മൂന്നാമത്തെ മാത്രം ബാറ്ററാണ് KL രാഹുൽ. 19 സീസണുകളായി IPL നടക്കുന്നു. 3 ബാറ്റർമാർ 150 കൂടുതൽ അടിച്ചിട്ടുള്ളൂ. ഒന്ന് ക്രിസ് ഗെയിലാണ് 175, മറ്റൊന്ന് ബ്രണ്ടൻ മക്കല്ലമാണ്. ഇതാ ഇപ്പോൾ KL രാഹുൽ മൂന്നാമത്. എന്തൊരു ഇന്നിങ്സ് ആയിരുന്നു, ഒരു രക്ഷയില്ല. 16 ഫോറുകളും 9 സിക്സറുകളും, 16 ഫോറും 9 സിക്സറും. ഓഫ്, എന്ത് പറയാനാണ്. 220 മീതെയാണ് സ്ട്രൈക്ക് റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ 152 റൺ അടിച്ചിട്ടും 220 മീതെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ എവിടെ എത്തി? അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരം. ഒരു നിവൃത്തിയില്ലാത്ത ഇന്നിങ്സായിരുന്നു KL രാഹുൽ. ഒരുപക്ഷെ എന്തുകൊണ്ടാണ് KL രാഹുൽ എല്ലാ ഫോർമാറ്റിനും പറ്റിയ പ്ലെയറാണ്, എല്ലാ ഫോർമാറ്റിനും പറ്റിയ കളിക്കാരനാണെന്ന് പറയുന്നത് ഇന്ന് വ്യക്തമായി കഴിഞ്ഞു. അതിഗംഭീര ഇന്നിങ്സ്. 2020 അങ്ങനെ വൺ ഡേയിൽ ആ നിലയിൽ കളിക്കാൻ അദ്ദേഹത്തിന് കഴിയും. ടെസ്റ്റിൽ മാസ്റ്റർ ക്ലാസ് കളികൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ക്ലാസ് കളികൾ സൗത്ത് ആഫ്രിക്കയിലും വെസ്റ്റ് ഇൻഡീസിലും ഇംഗ്ലണ്ടിലും ഒക്കെ അദ്ദേഹം അതിഗംഭീരമായ ഇന്നിങ്സുകൾ കളിച്ചിട്ടുണ്ട് വിദേശത്ത്. അത്രയും ടെക്നിക്കലി സൗണ്ടായ ഒരു പ്ലെയർ കൂടിയാണ് അദ്ദേഹം. ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഫോർമാറ്റ് ടെസ്റ്റ് ക്രിക്കറ്റാണ്. അതിലും ഗംഭീരമായ കളി വിദേശത്താണ് കൂടുതൽ അദ്ദേഹം കളിച്ചിട്ടുള്ളത്, സെഞ്ചുറികൾ അടിച്ചിട്ടുള്ളത്. അത് തന്നെ അദ്ദേഹത്തിൻ്റെ ക്ലാസ് വ്യക്തമാണ്. നേരത്തെ തന്നെ നമുക്കറിയാം, 10-12 കൊല്ലമായി അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിക്കുന്ന ആളാണ് അദ്ദേഹം. പക്ഷേ 2020 ഈ നിലയിൽ അദ്ദേഹം മുമ്പും കളിച്ചിട്ടുണ്ട്. പഞ്ചാബിനൊക്കെ വേണ്ടി കളിക്കുമ്പോൾ ഇതേപോലെ കളിച്ചിട്ടുണ്ട്. ഡൽഹിക്ക് വേണ്ടി ഇന്ന് കളിച്ച കളി, അത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം കളിച്ച കളി ഒരു മാസ്റ്റർ ക്ലാസ് തന്നെയായിരുന്നു, ഒരു തർക്കമില്ല. ആദ്യ പന്ത് മുതൽ 120ാമത്തെ പന്ത് വരെ നമ്മൾ സഞ്ജു സാംസൻ്റെ കാര്യം പറഞ്ഞ പോലെ, സഞ്ജു സാംസൺ 54 പന്തിലാണ് സെഞ്ചുറി അടിച്ചതെങ്കിൽ രാഹുൽ 47 പന്തിലാണ് സെഞ്ചുറി അടിച്ചത്. സഞ്ജു സാംസനെ പോലെ തന്നെ ആദ്യ പന്ത് മുതൽ അവസാന പന്ത് വരെ 20 ഓവറും കളിച്ച് പുറത്താകാതെ നിന്നു KL രാഹുൽ. സഞ്ജു 101 നോട്ട് ഔട്ടാണ് എടുത്തിരുന്നതെങ്കിൽ രാഹുൽ 152 റൺ അടിച്ചാണ് നോട്ട് ഔട്ടായത്. എന്തൊരു ഇന്നിങ്സാണ് KL രാഹുൽ. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ബാറ്റർമാരിൽ ഒരാളാണ്, എല്ലാ ഫോർമാറ്റിലും കളിക്കാൻ കഴിയുന്ന മികച്ച പ്ലെയറാണ് എന്ന് എന്തുകൊണ്ട് പറയുന്നു എന്നത് ഇന്ന് വ്യക്തമായി.